നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോളുകൾ ഇടുമ്പോൾ ഇത് കീറി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ വേരുകളും മണ്ണും തിങ്ങി നിൽക്കാമല്ലോ. അപ്പോൾ ഉള്ളിൽ പ്രഷറിൽ നിൽക്കുന്ന ടൈമിൽ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് കത്തി വെക്കുമ്പോൾ തന്നെ കിറന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കീറിപ്പോവും. അപ്പോൾ പിന്നീട് നമുക്ക് ഹോൾ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നടുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കത്രി കൊണ്ട് ജസ്റ്റായിട്ട് നമ്മൾ ഹോളുകളൊക്കെ കറക്റ്റായിട്ട് ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഈ HTP ഗ്രോ ബാഗിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രോ ബാഗ് നമ്മൾ വാങ്ങുമ്പോഴും അതേപോലെ ഈ ഗ്രോ ബാഗിൽ നമ്മൾ ചെടികൾ നടുമ്പോഴും നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഗ്രോ ബാഗ് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ടീം ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ചെറിയ വിലക്ക് തന്നെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഗ്രോ ബാഗ് നമ്മൾ വാങ്ങുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം നമ്മളിപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ അതേപോലെ മണ്ണിൽ കൃഷി ചെയ്യുമ്പോഴൊക്കെ ഒരു 10 വർഷം 12 വർഷമെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ടെറസിലാണ് കൂടുതലായിട്ട് ഈ ഗ്രോ ബാഗ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊരു 260 GSM എങ്കിലും ക്വാളിറ്റി ഉള്ളത് നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്തതാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ വെയിൽ മഴ കൊള്ളുമ്പോൾ ഇതിനിപ്പോൾ ഉള്ളിൽ വേറെ കളറ് പുറത്ത് വേറെ കളറല്ലേ, അതേപോലെ ചിലപ്പോൾ ഒരു സെയിം കളർ തന്നെ ആവാം, ഡബിൾ ലെയർ ആയിട്ട് വരും നമുക്ക്. അപ്പോൾ ഇത് വെയിലും മഴയും കൊള്ളുന്ന ടൈമിൽ ഇതിങ്ങനെ പൊടിഞ്ഞു പോകും. നല്ല രീതിയിൽ വെയിൽ കൊള്ളുമ്പോഴൊക്കെ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നട്ട് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ഇത് പൊട്ടി പോകും. അപ്പോൾ ആ ഡാമേജ് ആവും. അപ്പോൾ അവിടെ ചെടിയും ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് 260 GSM ഏറ്റവും കുറഞ്ഞത് വേണം എന്നുള്ളത് പറയുന്നത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റിച്ചാണ് കേട്ടോ. ഇത് മെയിനായിട്ടും എങ്ങനെയാണ് സംഭവിക്കുക വെച്ചാൽ ഇപ്പോൾ ഇത് ഈ ചെടി നട്ട് കണ്ടില്ല. അപ്പോൾ ഇതിപ്പോൾ 18-24 ഇഞ്ച് സൈസിലുള്ള ഗ്രോ ബാഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു സപ്പോർട്ടാണ് നട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നട്ടിട്ടിപ്പോൾ ഒരു 1.5 വർഷമായി. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ കണ്ടില്ലേ, ഇതിപ്പോൾ സ്റ്റിച്ച് പൊട്ടിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വളങ്ങളും വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ടൊരു ഫംഗസ് പോലെ ഇങ്ങനെ വന്ന് കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ലോക്കലായിട്ടുള്ളതാണ് നമ്മൾ വാങ്ങി വെക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് നമ്മൾ കറക്റ്റ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കില്ല. എന്താ വെച്ചാൽ ഈ ചെടി വളരുന്നതിനനുസരിച്ച് ഇവിടെ വേരുകൾ വളർച്ച വരുമല്ലോ. അപ്പോൾ വേരുകൾ വളർച്ച വരുന്ന ടൈമിൽ ഇത് തിങ്ങുന്ന ടൈമിൽ സ്റ്റിച്ച് പൊട്ടിപ്പോകുമ്പോൾ ഇതിൻ്റെ പള്ള കയറുമ്പോൾ എന്താ വെച്ചാൽ മണ്ണും വളമൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ മാറ്റി നടാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുക, കാരണം വേരുകൾ പൊട്ടാനും അതേപോലെ ചെടികൾ ഉണങ്ങി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നടുമ്പോൾ, കാരണം ഈ ഗ്രീൻ ഗ്രോ ബാഗിൽ നമ്മൾ നടുമ്പോൾ ആദ്യമേ നമ്മളെല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നടണം. പിന്നീട് നമുക്ക് മാറ്റി നടലെന്ന് പറഞ്ഞാൽ ഹെവി റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ നേരിട്ട് പോയിട്ടാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നോക്കണം. ഇനി ഓൺലൈനായിട്ടാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല കമ്പനീൻ്റെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു മാവാണെങ്കിലും ഒരു പ്ലാവാണെങ്കിലും എന്തും നമുക്ക് ഈ ഗ്രീൻ ഗ്രോ ബാഗിൽ നമുക്ക് നടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ നമ്മൾ നടുമ്പോൾ നമ്മൾ ചെറിയ തൈയാണെന്നുണ്ടെങ്കിലും വലിയ മരമാണെന്നുണ്ടെങ്കിലും ആ ചെടിക്ക് ഒരു 10-12 വർഷം നിൽക്കാൻ വേണ്ടിയിട്ട് എത്ര വലിയ ഗ്രോ ബാഗ് വേണം, ആ സൈസിലുള്ള ഗ്രോ ബാഗിൽ തന്നെ നമ്മൾ ആദ്യമേ നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ഗ്രോ ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി റിപ്പോർട്ട് ചെയ്യൽ ഹെവി റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. കാരണം ചെറുതെന്ന് വലുതിലേക്ക് എന്ന് പറയുമ്പോൾ വേര് പൊട്ടാനും അതേപോലെ ആ ഗ്രോ ബാഗ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. കാരണം കീറാതെ ഒരു കാരണവശാലും നമുക്ക് കയ്യിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം നടുമ്പോൾ ഇപ്പോൾ മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 ഇഞ്ച് സൈസിലുള്ള ഗ്രോ ബാഗിൽ നടാം. അല്ലാന്നുണ്ടെങ്കിൽ 18-24 ഇഞ്ച് സൈസിലുള്ള ഗ്രോ ബാഗിലും നമുക്ക് മാവ് നടാം കേട്ടോ. ഇപ്പോൾ പ്ലാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 24 അല്ലാന്നുണ്ടെങ്കിൽ 26 എന്നുള്ള ഇഞ്ചിൽ സൈസിൽ വരുന്ന വലിയ ഗ്രോ ബാഗിലാണ് നമ്മൾ നടേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് കേട്ടോ. കാരണം നട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ ആ പൈസ നഷ്ടമാവും, അല്ലെങ്കിൽ ആ പ്ലാന്റ് നമുക്ക് നഷ്ടമാവും. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലത്തെ ഗ്രോ ബാഗിൽ നമ്മൾ നടുമ്പോൾ നമ്മൾ അടിയിൽ ഒന്നെങ്കിൽ സ്റ്റാൻഡ് റെഡിയാക്കി കൊടുക്കണം. കാരണം വെള്ളം ഇത് ടെറസിൽ കൃഷി ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാൻ പറയുന്നത്. മണ്ണിൽ വെക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് റെഡിയാക്കുക. ഇനി ഇങ്ങനെ തന്നെ അല്ല, നമുക്ക് ഓൺലൈനായിട്ട് ഇതുപോലത്തെ സ്റ്റാൻഡുകളൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ വാങ്ങിയതാണ്. ഇനി അതിനൊന്നും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓടുണ്ടല്ലോ, ഓട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ഗ്രോ ബാഗ് കയറ്റി വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാലോ, ഇതിലിപ്പോൾ നമ്മൾ പ്ലാന്റ് നടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ആ ചെടിക്ക് എത്ര ഒരു 10 വർഷമെങ്കിലും നിലനിൽക്കാനുള്ള വലിയ ഗ്രോ ബാഗിലാണ് നമ്മൾ നടേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നടുമ്പോൾ നമ്മൾ ചെടി ആദ്യം നടുന്ന സ്ഥലം അത് ചില നമ്മൾ വെക്കേണ്ട സ്ഥലം, ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത് ഇവിടെയാണ്. അപ്പോൾ ഈ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഇതിൽ ഗ്രോ ബാഗ് നിറച്ച് ചെടി മാറ്റി നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നിറച്ച് അതിൽ നട്ട് പിന്നെ നമ്മളത് വീണ്ടും തൂക്കി അടുത്ത സ്ഥലത്ത്
കൊണ്ടുവച്ച് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഈ ബാഗിന് ഡാമേജ് വരാനും അതേപോലെ ഉള്ളിൽ വേരുകൾ പൊട്ടാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. അത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. കാരണം ചെടി ഇപ്പം നട്ട ടൈമിൽ മണ്ണ് ഉറച്ചിട്ടുണ്ടാവില്ല. ആ ടൈമിൽ തന്നെ നമ്മൾ തൂക്കി പോകുമ്പോൾ ചിലപ്പോൾ നൈസായിട്ടുള്ള വേരുകൾ പൊട്ടാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. മണ്ണിന് ഇളക്കം വരും. അപ്പോൾ ചെടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന കടി കൂടി അതേപടി ഒലിച്ചു പോകും. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിച്ചത് അവിടെ വെച്ചിട്ട് തന്നെ ഈ വലിയ ഗ്രോ ബാഗിൽ പോട്ടി മിക്സ് റെഡിയാക്കുക. പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ അടിവളങ്ങൾ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ചെടികൾ മണ്ണിൽ നടുന്ന പോലെയല്ല. മണ്ണിൽ നടുമ്പോൾ ചെടികൾക്ക് പോഷകങ്ങളൊക്കെ മണ്ണിൽ തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ പോട്ടിലോ ഗ്രോ ബാഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോഷകങ്ങൾ മാത്രമേ ചെടികൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ നടുമ്പോൾ ആദ്യമേ പോട്ടി മിക്സിൽ വളങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ നട്ടു കൊടുക്കുക. പിന്നീട് ഒരു 2 മാസം 2.5 മാസം കൂടുമ്പോഴൊക്കെ അടിവളങ്ങൾ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ജൈവ സ്ലറികളും ഇലകൾ കൂടി കൊടുക്കേണ്ട വളങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഗ്രാപ്പിലായിട്ട് നമ്മൾ കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. പിന്നെ നമ്മൾ നടുന്നതിന് മുന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലത്തെ ഗ്രോ ബാഗ് നമ്മൾ വാങ്ങുന്ന ടൈമിൽ ഇതിൽ ചിലപ്പോൾ ഒരു 4 ഹോളോ 3 ഹോളോ ഒക്കെ ഉണ്ടാവുള്ളൂ. അത് ചെറുതായിട്ടുള്ളൊരു ഹോളുകളാണ്. ഇതിനിപ്പോൾ അത് കണ്ടില്ല, ഈ സൈഡിൽ 2 ഹോള്, അതേപോലെ ഈ സൈഡിലും 2 ഹോള്, വേറെ ഹോളുകളൊന്നുമില്ല. അപ്പോൾ ഈ ഹോളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഹോളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വലിയ ചെടികളാണല്ലോ നമ്മൾ നടുക. അപ്പോൾ വലിയ ചെടികൾ നടുമ്പോൾ ചിലപ്പോൾ ചളി അതേപോലെ നമ്മൾ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹോൾ അടയാനും ഇതിലേക്ക് വെള്ളം കെട്ടി നിൽക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നമ്മൾ വാങ്ങുന്നുണ്ട്, അതിൽ ഹോളുകൾ എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ഹോളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു 4-5 ഹോളുകൾ ഇട്ട് കൊടുക്കുക. പറ്റുമെങ്കിൽ 2-3 ഹോള് താഴത്തും ഇട്ട് കൊടുക്കുക. കാരണം വെള്ളം ഒരു കാരണവശാലും അതിൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കാതെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോളുകൾ ഇടുമ്പോൾ ഇത് കീറിപ്പോവാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതൽ. കാരണം എന്താ വെച്ചാൽ അവിടെ വേരുകളും മണ്ണും തിങ്ങി നിൽക്കാമല്ലോ. അപ്പോൾ ഉള്ളിൽ പ്രഷറിൽ നിൽക്കുന്ന ടൈമിൽ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് കത്തി വെക്കുമ്പോൾ തന്നെ കിറന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കീറിപ്പോവും. അപ്പോൾ പിന്നീട് നമുക്ക് ഹോൾ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നടുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കത്രി കൊണ്ട് ജസ്റ്റ് ആയിട്ട് നമ്മൾ ഹോളുകളൊക്കെ കറക്റ്റായിട്ട് ഇടാം. വെള്ളം പോകാനുള്ള വഴികൾ നമ്മൾ ഒരുക്കി വെക്കണം കേട്ടോ. പിന്നീട് പലരും എന്നോട് ചോദിക്കുന്നതാണ് ഏത് ഗ്രോ ബാഗാണ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നല്ലത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള 2 കമ്പനീൻ്റെ മാത്രമേ പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ഈ സിംഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുണ്ട്, അതേപോലെ ആനന്ദി ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. ഈ 2 അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗ്രോ ബാഗാണ്. ഞാൻ അവരത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ അവരത് ഞാൻ ടാഗ് ചെയ്യാറുണ്ട് ആവശ്യമുള്ളവർ വാങ്ങിക്കോട്ടെ എന്നുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരുപാട് ടീമുണ്ട് കേട്ടോ. യൂട്യൂബിൽ ഞാൻ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ നമ്പറൊന്നും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ആവശ്യമുള്ളവർ ഇങ്ങനെ അന്വേഷിച്ചിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോംബോ പാക്കറ്റ് നോക്കിയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുക. കാരണം ചിലപ്പോൾ സിംഗിളായിട്ടോ 4 പീസൊക്കെ എടുക്കുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് കാണാം 12 പീസൊക്കെ ചെറിയ വിലക്ക് തന്നെ നമുക്ക് കിട്ടുന്നത് കാണാം കേട്ടോ. പിന്നെ അതിൻ്റെ GSM അതേപോലെ തന്നെ അതിൻ്റെ സൈസും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വാങ്ങുമ്പോൾ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോ കാണുമ്പോൾ അത് വലുതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ അത് ചെറുതായിരിക്കും. അതിൻ്റെ സൈസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 9x9 ഇഞ്ചിൻ്റെ ഒക്കെ ഗ്രോ ബാഗ് നമ്മളിപ്പോൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലോ നോക്കുമ്പോൾ വലിയ ഫോട്ടോ ആയിട്ട് വലിയ ഗ്രോ ബാഗിൻ്റെ ഫോട്ടോ ആയിട്ടാണ് നമുക്ക് കാണാം. പക്ഷെ നമ്മളത് സൈസ് നോക്കാതെ നമ്മൾ വാങ്ങി വീട്ടിലെത്തുമ്പോഴായിരിക്കും അത് ചെറുതായിരിക്കും. അപ്പോൾ അതിലെ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊരു 10-12 വർഷം എന്നൊക്കെ പറഞ്ഞാലും നമ്മളിതിലൊരു 5 വർഷമൊക്കെ നമ്മൾ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റു ഡ്രമ്മിലോ അല്ലെങ്കിൽ മണ്ണിലോ നടാനുള്ള സൗകര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നതുമാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ HDP ഗ്രീൻ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്